തിരുവനന്തപുരം തട്ടത്തുമലയിൽ അപകടത്തിൽപ്പെട്ട പെട്രോൾ ടാങ്കർ ലോറി ഉയർത്താനുള്ള ശ്രമം നടക്കുകയാണ്. അപകട സാഹചര്യം കണക്കിലെടുത്ത് സമീപത്തെ കടകൾ അടപ്പിച്ചു. അപകടം നടന്ന സ്ഥലത്തെ വീടുകളിൽ നിന്നും താമസക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലായെന്നും മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ആളുകളെ മാറ്റിയതെന്നും അധികൃതർ അറിയിച്ചു. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, ടാങ്കർ ഉയർത്താനുള്ള ക്രെയിൻ എത്തിയോ? അതിന്മേലുള്ള ഒരു താമസമാണ് നേരത്തെ നേരിട്ടിരുന്നത്. സ്മൃതി, രണ്ടാമതായി അതായത് ഈ ടാങ്കർ ലോറിക്ക് ഏകദേശം 40 ടൺ ഭാരമുണ്ട്, ഇന്ധനം ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ എത്തിയ 2 ക്രെയിനുകൾക്കും അതിനുള്ള ശേഷി, ഇത് ഉയർത്തുവാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുതുതായി അത്തരം ശേഷിയുള്ള ക്രെയിൻ എത്തുമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ചെറിയ രീതിയിൽ മഴയുണ്ട്, ഒപ്പം ഈ ക്രെയിൻ ഇവിടെ നിലവിൽ എത്തിയിട്ടുമില്ല. എത്തിയതിനു ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യം ഇല്ല. നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു പുതിയ ട്രക്ക് തൊട്ടപ്പുറത്ത് ഒരു ടാങ്കർ ലോറി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതായത് ഈ മറിഞ്ഞു കിടക്കുന്ന ടാങ്കർ ലോറി അവർ നിവർത്തി ക്രെയിനിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ ടാങ്കർ ലോറിയിൽ നിന്ന് ഓസ് ഉപയോഗിച്ച് തൊട്ടപ്പുറത്തെ പുതിയ ടാങ്കർ ലോറിയിലേക്ക് ഇന്ധനം മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ ഇന്ധനം മാറ്റിയതിനു ശേഷം മാത്രമേ ഈ ടാങ്കർ ലോറി ഉയർത്താൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്, ഈ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. അതിന് ശേഷിയുള്ള ഒരു ക്രെയിനാണ് ഇവിടേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് വാഹനത്തിൽ മൈക്ക് കെട്ടിവെച്ച് പ്രദേശത്താകെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അതായത് ഒരു ചെറിയ കൈത്തോട്ടിലാണ് ഈ ടാങ്കർ ലോറി മറിഞ്ഞത്. ഇന്ധനം ഈ തോട്ടിലൂടെ ഒഴുകി പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശം. ഒപ്പം ഈ സമീപത്തെ വീടുകളിൽ നിന്ന് ആൾക്കാരെ മാറി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലുകളും സമീപത്തെ കടകൾ അടച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ആശങ്കപ്പെടേണ്ടുന്ന നിലവിൽ സാഹചര്യമല്ല, പക്ഷേ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണെന്നാണ് ഉദ്യോഗസ്ഥർ അടക്കം പങ്കുവച്ചത്. ഇപ്പം നാട്ടുകാരൊപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത് എപ്പോഴാണ് സംഭവിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? 1:45 സംഭവം നടന്നതെന്നാണ് അറിഞ്ഞത്. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ ഇവിടുന്ന് പോലീസ് ഉൾപ്പെടെ വിവരം അറിയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ തഹസീൽദാർ, അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, KICB, KSTP ഉൾപ്പെടെ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വാട്ടർ അതോറിറ്റി എല്ലാവരെയും കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലും പ്രവർത്തനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ അപകടം ഒഴിവാക്കുക എന്നുള്ളത്, ഇതിൻ്റെ കൂടുതൽ ഇത് വ്യാപിക്കാതെ കൈകാര്യം ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഇടപെടൽ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് വല്ലതും അറിഞ്ഞോ? സംഭവിച്ചത് ലോറി നിയന്ത്രണം വിട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറ്റു കൂടുതൽ വിവരങ്ങൾ ഡ്രൈവറുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അതിൻ്റെ ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ നിലവിലുണ്ട്, അവരുമായിട്ടൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് വരികയാണ്. എന്തായാലും നിയന്ത്രണം വിട്ട് വന്നതാണ്. ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെ ആ സമീപത്തായിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും തട്ടാതെ വന്നതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുക. ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടിയിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. ഈ വീടൊക്കെ ഒഴിപ്പിച്ചോ? വീട് ഒഴിപ്പിച്ചില്ല, വീടുകളിൽ തീ കത്തിക്കുന്ന ആൾക്കാരെ ഒഴിപ്പിച്ചു. ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, തീ കത്തിക്കുന്നതൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ശ്രദ്ധയിലാണ്. ഇലക്ട്രിസിറ്റിക്കാർ കറണ്ടൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കന്നുകാലിയെ കുളിപ്പിക്കുന്നതിനും തുണി കഴുകുന്നതിനൊന്നും ഇറങ്ങരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വേണ്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം മൈക്ക് അനൗൺസിലൂടെയും അല്ലാതെ മെമ്പർമാരുടെയും കുടുംബശ്രീ വഴിയൊക്കെ നൽകിയിട്ടുണ്ട്. സ്മൃതി, ഇതാണ് നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ഒന്നും തന്നെ നിലവിലില്ല എന്നുള്ളതാണ്. ഫയർഫോഴ്സിൻ്റെ 2 യൂണിറ്റുകൾ നിലവിലുണ്ട്. ഈ ക്രെയിൻ എത്തിയാൽ ഉടൻ തന്നെ ഈ ഇന്ധനം മാറ്റിയതിനു ശേഷം ഈ ടാങ്കർ ലോറി ഉയർത്തി റോഡിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയും. അത്രയൊരു ബുദ്ധിമുട്ട് മാത്രമാണ്. ദൂരെ നിന്നാണ് ഈ ക്രെയിൻ വരുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്കും ക്ലീനർക്കും വലിയ പരിക്കുകളൊന്നുമില്ല. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, റിനു ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.